നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പി. അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയൂർ കെ.എസ്.ഇ.ബി. ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. നിരന്തരമായ പവർ കട്ടിങ്ങും അഴിമതിയും ആരോപിച്ചുകൊണ്ടാണ് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത്. ആയൂർ കെ.എസ്.ഇ.ബി. ഓഫീസിലെ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് മാന്യമായി ഇടപെടണമെന്നും അഹങ്കാര മനോഭാവത്തോടെയുള്ള പെരുമാറ്റം നിർത്തലാക്കണമെന്നും ജനങ്ങൾ തരുന്ന നികുതിപ്പണം ഉപയോഗിച്ചാണ് ശമ്പളം മേടിക്കുന്നതെന്ന ബോധം ഉണ്ടാകണമെന്നും ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബി.ജെ.പി. അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി പറഞ്ഞു. ഇനി ഈ പാവങ്ങൾ എവിടെ നിന്നെങ്കിലും പണം എത്തിച്ചു കൊണ്ടുവന്ന ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പൈസ അടച്ചാൽ വീണ്ടും 12-24 മണിക്കൂറുകൾ വരെ അവർക്ക് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരവസ്ഥ ആയൂരിലെ ഇലക്ട്രിസിറ്റിയിലെ ഉദ്യോഗസ്ഥർ വഴി കാണിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഉത്തരവാദിത്വത്തോട് തന്നെ സംസാരിക്കുകയാണ്. രണ്ട്, നിങ്ങൾ ഇവിടുത്തെ ഒരു മാനദണ്ഡം ഇവിടെ നിങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ ഒരാൾ ഒരു കറണ്ട് സപ്ലൈക്ക് അപേക്ഷിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താണ്, ഏതാണ് അതിന്റെ സ്ലാബുകൾ, ഇത്തരത്തിലൊന്നും ചെയ്യുന്നില്ല. നിലവിൽ ഉദ്യോഗസ്ഥർക്ക് തോന്നുന്ന രീതി, പിന്നെ നിങ്ങളുടെ അധികാരികളായിട്ട് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മുഷ്ക്, നിങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു അഹങ്കാര ഭാവമുണ്ട്. നിങ്ങൾക്ക് അഹങ്കാര ഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ പേഴ്സണൽ കാര്യങ്ങൾ കാണിക്കാം. പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുജനങ്ങൾക്ക് സർവീസ് ചെയ്യുവാൻ, അവർക്ക് സേവനം ചെയ്യുവാനാണ് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരായി നിങ്ങളെ ഇവിടുത്തെ പൊതുജനങ്ങളുടെ ടാക്സ് കൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളുമായി നിങ്ങൾ ധാർഷ്ട്യപൂർവ്വമാണ് ഇവിടുത്തെ ഉപഭോക്താക്കളോട് പെരുമാറുന്നതെങ്കിൽ വരും ദിനങ്ങളില് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ വലിയ രീതിയിൽ അതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നടത്തുമെന്ന് കൂടി ഈ സമരം നിങ്ങളെ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികൾ ഏറ്റെടുക്കുമെന്നും ബി.ജെ.പി. അറിയിച്ചു. നിരന്തരമായ പവർ കട്ടിംഗ് മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയെന്നും സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് നമ്മളെ കളിയാക്കിയാണ്. ഇപ്പം കറണ്ട് വരും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ആവും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ള ആൾക്കാർ, പ്രായമായ അമ്മമാര്, സുഖമില്ലാത്തവർ വരെ ഈ കാലാവസ്ഥയിൽ ഫാനോ അല്ലെങ്കിൽ ആ വെട്ടമോ ഇല്ലാത്ത അവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടാണ്. നിരവധി വീടുകളിൽ കുടിവെള്ളം ഇല്ലാത്ത വീടുകളിൽ കുഴൽക്കിണറാണ് ആശ്രയം. ആയൂർ അഞ്ചൽ റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം കെ.എസ്.ഇ.ബി. ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി ആയൂർ കെ.എസ്.ഇ.ബിയുടെ പരിധിയിൽ അപ്രഖ്യാപിതമായി നടത്തിവരുന്ന പവർ കട്ടിങ്ങിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത്. ഒരു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഈ ആയൂർ മേഖലയിലെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇതിൽ നിന്നും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ ഈ വഞ്ചിപ്പറ്റ ഒഴുകുപാറ ഭാഗത്തേക്ക് ഇതിന്റെ ഇത് പോയിട്ടുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ മൊത്തം കുറച്ച് മരങ്ങളും മറ്റു സംവിധാനങ്ങളും കാടൊക്കെ ഉള്ളതാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിൽ കറണ്ട് ഇല്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ പോലും കിട്ടത്തില്ല. അത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രവർത്തനമാണ് ഈ കെ.എസ്.ഇ.ബി. ഓഫീസിൽ നടക്കുന്നത്. ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടന്നു വരികയാണ്. നമ്മളിപ്പം പ്രധാനമായിട്ടും ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി നമ്മുടെ മെമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം മുഖ്യമായ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ജീവനക്കാര് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ അവർ എതിർത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോളാർ ഇവിടെ വെക്കുന്നതാണ് നമ്മുടെ എല്ലാ ഈ വോൾട്ടേജിന്റെ വിഷയവും ഇവിടുത്തെ ടെക്നിക്കൽ ഇഷ്യൂ എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്റെ വീട്ടിൽ ഉൾപ്പെടെ ഞാൻ സോളാർ വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ നടുക്കുന്ന പ്രദേശത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടുക എന്നുള്ളതാണ്. 240-നും 250-നും ഇടയ്ക്ക് വോൾട്ടേജ് മാത്രം ഒരു വീട്ടിലേക്ക് വേണ്ട സ്ഥാനത്ത് 280-290 വോൾട്ട് വീട്ടിലേക്ക് കയറി വന്ന് പല വീടുകളിലും വൈദ്യുതോപകരണങ്ങൾ നിശ്ചലമാകുന്ന ഒരു ഗതികേടാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. പല പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് ഇതിനെതിരെ പരാതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ പറയുന്നത് നിങ്ങൾ സോളാർ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നത്. ഇടമുളയ്ക്കൽ ഏരിയ പ്രസിഡന്റ് സുനിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബാലചന്ദ്രൻ പിള്ള, വൈക്കൽ വിജയൻ, മണ്ഡലം സമിതി അംഗം N.R. ഗോപൻ, വാർഡ് മെമ്പർ എസ്. തങ്കമണി, ആദർശ് ആയൂർ എന്നിവർ സംസാരിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. ഓഫീസുണ്ട്.